ഓ യെസ്, നമുക്ക് ആരംഭിക്കാം. OASലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. OASൻ്റെ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ആൾ മുഖംമൂടി അണിഞ്ഞ് എൻ്റെ മുമ്പിലിരിക്കുകയാണ്. കാരണം അദ്ദേഹം അഭിനയിച്ച് റിലീസായ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നല്ല രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയുന്ന ആ ചിത്രത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ നാളോ ഐഡൻറ്റിറ്റി ഒന്നും പറയാൻ ആരും സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ടറെയോ പ്രൊഡ്യൂസറെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ പടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരോ മറ്റ് ഐഡൻറ്റിറ്റിയോ പുറത്തു വന്നാൽ ആ പടത്തിനെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ടായിരിക്കാം, അതോ അതല്ലാതെ ഒരു മനുഷ്യനെ പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ ചോദിച്ചാൽ ചില സംശയങ്ങൾ നമുക്കുണ്ടാകും. പക്ഷെ അതൊക്കെ ഇരിക്കട്ടെ. എന്തായാലും അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇനിയെങ്കിലും ആ മുഖംമൂടി ഒന്ന് അഴിച്ചു മാറ്റും. മനസ്സിലായല്ലോ, ഇത്ര സുന്ദരമായ മുഖം. ഈ മുഖമുള്ള ചെറുപ്പക്കാരനെ നമുക്ക് ഇനിയെങ്കിലും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് OASന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടങ്ങൂ, എന്താണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ട കഥ അല്ല ഒരു വഴി? സത്യം പറഞ്ഞാൽ ഒരു 6 വർഷത്തോളമായിട്ട് ഞാൻ ബോംബെയിലായിരുന്നു. അപ്പോൾ അവിടെ ഫിലിം സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇന്ദ്രനീൽ പടത്തിൻ്റെ ഒരു സംവിധായകൻ. അവനിങ്ങനെ നമ്മുടെ പഠനം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പടം ചെയ്യാൻ പോവുക, പടത്തിൻ്റെ പേര് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ്, അപ്പോൾ നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓഡിഷൻ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു 2024 തുടങ്ങേണ്ട പടമായിരുന്നു. പക്ഷേ കുറച്ച് ഡിലേ ഉണ്ടായി സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം. എന്നിട്ട് 2024 ഒരു എൻഡ് ആയപ്പോഴത്തേക്കും പറഞ്ഞ പടം ഓണാണ്, ഈ നാട്ടിലോട്ട് വരണം. നാട്ടിലോട്ട് വന്നു. നമ്മൾ നവംബറിൽ തുടങ്ങി ഷൂട്ട്, ഒരു മാർച്ച് ആയപ്പോഴത്തേക്കും തീർന്നു. അപ്പം അങ്ങനെ ഒരു കൂട്ടുകാരൻ വിളിച്ചു, ഓഡിഷൻ ചെയ്തു, അങ്ങനെ കിട്ടി ആദ്യത്തെ മലയാള സിനിമ. അതിരിക്കട്ടെ, പേര് നമ്മളിപ്പോഴും പറഞ്ഞില്ല. അതുകൊണ്ട് നാളെ പ്രേക്ഷകർ ചോദിക്കില്ല എന്താ പേര് പറയാത്ത മനുഷ്യനെ പിന്നെയും പരിചയപ്പെടുത്തുന്നത് ചോദിക്കില്ലേ? പറയൂ. പേര് മാത്യു ബേബി പുതുക്കാടൻ. മാത്യു ബേബി പുതുക്കാടൻ. എന്തെങ്കിലും ചെല്ലപ്പേര് വല്ലതും ഉണ്ടോ വീട്ടിൽ വിളിക്കുന്നത്? ഇല്ല, മാത്യു തന്നെ വിളിക്കുന്നത്. സിനിമയിൽ ഏത് പേരാ? ഈ സിനിമയുടെ ഉടനീളം ഞങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങളുടെ പേര് കാണാനില്ല, അതുകൊണ്ട് ചോദിക്കുക. അതെന്ത് ഈ സസ്പെൻസിന് വേണ്ടിയിട്ടാണോ മറച്ചു വെച്ചത്? അതെ, കഥയുടെ ഒരു മെയിൻ ആസ്പെക്ട് ഇതാണല്ലോ, ഈ ബൂഗിമാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണല്ലോ. അപ്പൊ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവില്ല, ആര് ഈ ബൂഗിമാൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കണേന്ന്. അപ്പൊ അതിന്റെ ഒരു നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവര് എന്നിങ്ങനെ മറച്ചു വെച്ച് ഇത്രയും നാളിങ്ങനെ വെച്ച്. മാത്യു ബേബി എന്ന് മുതലാണ് അഭിനയ മോഹം മനസ്സിൽ ഉദിച്ചു തുടങ്ങിയത്? സിനിമ പണ്ടേ മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, ചെറുപ്പം മുതൽ. അഭിനയ മോഹം എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ TKMലാണ് പഠിച്ചത്. എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ അടുത്ത സുഹൃത്താണ്, അവൻ പറഞ്ഞു എടാ ഇങ്ങനെ അഭിനയിച്ച് നോക്ക്, എനിക്ക് പറ്റുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ ഞാനിങ്ങനെ നമുക്കിങ്ങനെ വീക്കെൻഡ്സിൽ ഞാൻ ട്രിവാൻഡ്രത്ത് പോകും, അവൻ വരും ചെന്നൈയിൽ നിന്ന്. അപ്പോൾ അവനിങ്ങനെ ചില സിനിമയുടെ ഇങ്ങനെ സീൻസ് റിപ്പ് ഓഫ് ചെയ്യും, നമ്മളത് ചെയ്യും, അവൻ ഡബ് ചെയ്യും. എന്നിട്ട് നമ്മളത് പുറത്ത് ഫേസ്ബുക്കിൽ ആ സമയത്ത് 2014 ഫേസ്ബുക്കായിരുന്നു സോഷ്യൽ മീഡിയയിൽ തരംഗം. ഒരു മിമിക്രി മിമിക്രി ഒരു ഷോർട്ട് ഫിലിം പോലെ, അതായത് ഒരു 5-6 മിനിറ്റ്. ഇപ്പോൾ ചാർലി എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ യോബിൻ്റെ പുസ്തകം, അല്ലെങ്കിൽ ഹേദർ പറഞ്ഞ ഹിന്ദി സിനിമ, ഇതെല്ലാം സീൻസ് എല്ലാം എടുത്തിട്ട് ഞാൻ അഭിനയിക്കും, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ ചെയ്യും. അവനെ കുറച്ചൊക്കെ ഡയറക്റ്റ് ചെയ്യും, അവൻ ഷൂട്ട് ചെയ്യും, അവൻ എഡിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ചുമ്മാ ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഇടും. എന്നിട്ട് നമ്മൾ റിസപ്ഷൻ നോക്കും, നല്ലതാണെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതായിരുന്നു പരിപാടി. അപ്പോൾ ആ സമയം ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു ഇതായി തുടങ്ങി, ഓക്കെ അഭിനയിക്കാം, നല്ല പാഷനായി. അപ്പോൾ പിന്നെ ഒരു 3rd ഇയർ ആയപ്പോഴത്തേക്കും മലയാളത്തിൽ കുറച്ച് ഓഡിഷൻസ് ആ സമയത്ത് ഇങ്ങനെ പൊട്ടിമുളച്ച് വരായിരുന്നു. അപ്പോൾ കാണുന്ന ഓഡിഷൻസിന് പോകുമായിരുന്നു. പക്ഷെ കുറേ ആൾക്കാരുണ്ടാവുമായിരുന്നു. പിന്നെ കുറേ സെറ്റിൽ പോയി ചാൻസൊക്കെ ചോദിച്ചു, കിട്ടിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ജേർണി ആയിരുന്നു. അപ്പോൾ പിന്നെ അവസാനം ബോംബെയിൽ പോയി പഠിച്ചു, സിനിമയെ പറ്റി ഫിലിം സ്കൂളിൽ പോയി. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് സിനിമ പഠനം ഒരു ശാസ്ത്രീയമായി പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമം നടത്തിയിരുന്നു? അല്ല, ആ സമയത്ത് സിനിമ കണ്ടിട്ടുള്ള ഒരു പഠനം ഉണ്ടായിരുന്നുള്ളൂ. സിനിമ കാണുക, അല്ലാത്ത സിനിമ ഉള്ളൊരു അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ സിനിമ കാണുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ വിഷ്വൽ ലാംഗ്വേജ് ഇങ്ങനെ കൂടുക, ഇത് ശരിയായി, ഇത് വർക്കായില്ല. പിന്നെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യായിരുന്നു. നമ്മുടെ കുറേ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് TKMൽ, ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു സിനിമയെ പറ്റി. പക്ഷേ എങ്ങനെ സിനിമയിൽ എങ്ങനെ എത്തിപ്പെടും നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ എപ്പോഴാണ് ഈ സുഭാഷ് ഗേയുടെ സ്കൂളിലേക്ക് പഠിക്കാനായിട്ട്, സിനിമ പഠിക്കാനായിട്ട് പോകുന്നുണ്ടായത്? അത് ബേസിക്കലി ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഇങ്ങനെ ഒരു സെറ്റിൽ പോയപ്പോഴത്തേക്കും ചാൻസ് ചോദിച്ച് പോയതാ. അപ്പോൾ അവിടെ ഒരു പ്രമുഖ സിനിമാറ്റോഗ്രാഫർ ഡയറക്ടറിനെ മീറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളി ഒരു പുതിയ പടം സ്റ്റാർട്ട് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ എനിക്കെല്ലാം വേഷം ഉണ്ടാവും. അപ്പോൾ പുള്ളി പറഞ്ഞു വേഷമൊന്നുമില്ല, പക്ഷേ എത്രയധികം താല്പര്യം ഉണ്ടെങ്കിൽ
കുറച്ച് പഠിച്ചിട്ട് വാ. അപ്പോൾ പിന്നെ പഠിച്ചിട്ട് വന്നാൽ പിന്നെ മാത്യുവിന് മനസ്സിലാവും ഇവിടുത്തെ ഒരു ഇതെങ്ങനെയാണ് പാറ്റേൺ എങ്ങനെയാണ്. അതെ അതെ. അപ്പോൾ പിന്നെ ഞാൻ നോക്കി, നെറ്റിൽ കയറി നോക്കി. പിന്നെ ഇങ്ങനെ കുറേ ഫിലിം സ്കൂൾസ് ഉണ്ടല്ലോ, FTI, അതായത് പൂനെയിലത്തെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സത്യജിത് റേ ഉണ്ട്, പിന്നെ സുഭാഷ് കെയുടെ വിസ്ലിംഗ് വുഡ്സ്. അപ്പോൾ എല്ലാത്തിലും എൻട്രൻസ് എക്സാം എഴുതി ഏതെല്ലാം കിട്ടുക അതനുസരിച്ച് കയറാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതിന് പഠനം ചെയ്തു. ആദ്യത്തെ എൻട്രൻസ് എക്സാം ഇതായിരുന്നു, സുഭാഷ് കെയുടെ ആയിരുന്നു. ചെയ്തു. സുഭാഷ് കെയുടെ ഏത് സ്കൂൾ? വിസ്ലിംഗ് വുഡ്സ്. വിസ്ലിംഗ് വുഡ്സ്. ഓക്കെ. ഇതിന് എന്തെങ്കിലും അക്കാഡമിക് സർട്ടിഫിക്കറ്റോ എല്ലാം കിട്ടുന്നതായിരുന്നു? ഒരു ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു, 2 വർഷത്തിൻ്റെ. 2 വർഷത്തെ അഭിനയം മാത്രമേ ഉള്ളോ അതോ വേറെ വല്ല കോഴ്സും ഉണ്ടായിരുന്നു? അല്ല, നമ്മളുടെ ഒരു ആദ്യത്തെ ഒരു 6 മാസം ഫുൾ ഫിലിം മേക്കിംഗ് ആണ്. അതായത് നമ്മൾ എഡിറ്റിംഗ് പഠിക്കും, സൗണ്ട് പഠിക്കും, അത് VFX ഉണ്ടായിരുന്നു, ഡയറക്ഷൻ ഉണ്ടായിരുന്നു, റൈറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത് ചെയ്യണം. നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യണം. അത് അവിടുത്തെ ഒരു ഇതുണ്ടാവും, ഒരു നമ്മളെ എല്ലാ ഫാക്കൽറ്റി എല്ലാം ചേർന്ന് അവരത് ജഡ്ജ് ചെയ്യും. എന്നിട്ട് നമുക്കതനുസരിച്ചുള്ളൊരു ഇത് പറയുകയും ചെയ്യും, റിമാർക്സ് തരുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ സ്പെഷ്യലൈസേഷനിലോട്ട് പോകുന്നത്. അതൊരു 1.5 വർഷത്തിൻ്റെ പിന്നെ ബാക്കിയത്തെ കോഴ്സായിരുന്നു. അപ്പോൾ ആദ്യത്തെ 6 മാസം എന്തായാലും ഫുൾ ഫിൽം മേക്കിങ്ങിനെ പറ്റി പഠിച്ചിരിക്കണം. എന്നാലേ പിന്നെ നമുക്കൊരു ഫിൽം മേക്കിംഗ് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് പിന്നെ ലെൻസിനെ പറ്റി അറിയുക, അല്ലെങ്കിൽ പിന്നെ സൗണ്ടിനെ പറ്റി അറിയുക, ലൈറ്റിങ്ങിനെ പറ്റി അറിയുക. അതൊക്കെ ശരിക്കും നമ്മൾ സഹായിക്കും. കാരണം ടെക്നിക്കലാണല്ലോ മൊത്തം സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കണത് ചെയ്യുമ്പോൾ. അഭിനയിക്കാൻ ഇറങ്ങിയപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഈ ലൈറ്റിംഗ് തെറ്റുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ മാറുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ ആദ്യത്തെ സമയത്തൊക്കെ ഭയങ്കര പേടിയാണല്ലോ, കാരണം അത്രയധികം ആൾക്കാർ നമ്മൾ നോക്കി നിൽക്കണമല്ലോ. അപ്പൊ ഈ ഒരു ഡ്രൈവിംഗ് ഓടിക്കുന്നല്ലേ, അതെ അതെ. പിന്നെ ഈ മാർക്കിൽ എത്തിപ്പെടുക എന്നത് മാത്രമല്ലല്ലോ, അഭിനയിച്ചുകൊണ്ട് അവിടെ എത്തണം. പിന്നെ ലൈറ്റ് പിടിക്കുമ്പോഴത്തേക്ക് ആർക്കും മനസ്സിലാവാൻ പാടില്ല ലൈറ്റിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരണത്, ലൈറ്റിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് നീങ്ങുന്നത്, അതൊന്നും അറിയാൻ പാടില്ല. അപ്പം അത് കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് അത് വരുള്ളൂ. അല്ലാണ്ട് ചിലപ്പോൾ ചിലർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ കുറച്ചധികം പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്കതൊക്കെ വരുള്ളൂ. അതായത് ഇപ്പോൾ സാർ ഇപ്പോൾ ചോദിക്കണേ, സാറിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. അല്ലാണ്ട് അതൊരിക്കലും വരില്ല. അഭിനയിക്കാൻ ഇറങ്ങുന്നതിന് വീട്ടിലാരെങ്കിലും സപ്പോർട്ട് ചെയ്തിരുന്നോ അതോ എല്ലാവരും സപ്പോർട്ട് ചെയ്തു? ഇല്ല, അവർക്ക് പേടിയായിരുന്നു. നമ്മുടെ ലൈഫ് കൊഞ്ഞാട്ടയായി പോകുന്നല്ലേ? അതെ അതെ. പിന്നെ വീട്ടിലും ആരും ഇല്ലല്ലോ, അതായത് റെഫറൻസ് കൊടുക്കാനായിട്ട് ആരുമില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ചിലപ്പോൾ ഡോക്ടർ ഉണ്ടാവും, എഞ്ചിനീയർ ഉണ്ടാവും. ഫാദറിനും ആർക്കെങ്കിലും സിനിമ പാരമ്പര്യമുണ്ടോ അല്ല അഭിനയ പാരമ്പര്യം? ഇല്ല ഇല്ല, ഒന്നുമില്ലാത്ത ഒരു ചുറ്റുപാടിൽ നിന്നാണ് വരുന്നത്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും പേരൻസിന് ഒരു പേടി ഉണ്ടാവും. പിന്നെ അവരെന്താ പറഞ്ഞത് ആദ്യം അവർ പറഞ്ഞത്, നീ ആദ്യം 12 കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഫിലിം സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ച് പോകണമെന്നുണ്ടായിരുന്നു. ചില പറഞ്ഞു, നീ ഒരു ഡിഗ്രി എടുക്ക്, അപ്പോൾ നീ കുറച്ചുകൂടി സേഫ് ആവും. അപ്പോൾ അത് വർക്കൗട്ട് ആയെങ്കിൽ പിന്നെ നിനക്ക് തിരിച്ച് ഇതിലോട്ട് വരാമല്ലോ. അപ്പോൾ അങ്ങനെ ഡിഗ്രി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പോകണം. അപ്പോൾ പിന്നെ അവർ അനുവദിച്ചു, പോയി. പക്ഷെ അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ഫിലിം സ്കൂൾ കഴിഞ്ഞാലും വർക്ക് കിട്ടുമെന്നുള്ളൊരു ഇതില്ലല്ലോ, ഗ്യാരണ്ടി ഇല്ലല്ലോ. ഏത് ഫിലിം സ്കൂളിൽ പോയി നമ്മൾ പഠിച്ചാലും അവരൊരിക്കലും പറഞ്ഞില്ല ഞങ്ങൾ ഈ സിനിമയിൽ ഈ റൂള് തരും അല്ലെങ്കിൽ ഇത് തരുമൊന്നും ഗ്യാരണ്ടി ഇല്ല. പ്ലേസ്മെൻ്റ് ഒന്നുമില്ല അവിടെ ബേസിക്കലി. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ അവരെന്ത് പറയുന്നു? ഇപ്പോൾ ഇതുവരെ അവർ ഇപ്പോൾ ഓക്കെയാണ്, ഹാപ്പിയാണ്. പക്ഷെ എന്നാലും ചെറിയൊരു പേടിയുണ്ട്. പക്ഷേ ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയാലും എന്ത് ചെയ്യുന്നതായിരിക്കും പേടിക്കുന്നത്. പക്ഷെ സിനിമയിലൊരു ഗുണമുണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് ഏത് അഭിനേതാവിന് എവിടെയും അഭിനയിക്കാം, ഏത് വേഷവും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിച്ച് ജീവിക്കാൻ പറ്റും. ആ ഭയം വേണ്ടെന്ന് പറയാം അല്ലേ? അപ്പോൾ അതിരിക്കട്ടെ, ഈ സുഭാഷ് കെയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് ഇറങ്ങിയത്? അഭിനയത്തിന് ഏതെങ്കിലും ചാൻസുകൾ കിട്ടിയിരുന്നോ? ഇല്ല, അവിടെ എന്ന് വെച്ചാൽ ബോംബെയിലൊരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റം എന്ന് വെച്ചാൽ ഓഡിഷനിങ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അവിടെ കുറെ കാസ്റ്റിംഗ് ഏജൻസീസ് ഉണ്ട്. ഓഡിഷൻ ഇവിടെയുണ്ട്. പക്ഷെ അവിടെ കാസ്റ്റിംഗ് ഏജൻസീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഓരോരോ വലിയ കാസ്റ്റിംഗ് ഏജൻസി ഉണ്ടാവും. ഇവിടുത്തെ കാസ്റ്റിംഗ് ഏജൻസിനെ കുറിച്ച് ഭയങ്കര വിവാദങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അത് അവിടെ ഉണ്ടോ? ഇല്ല ഇല്ല, എൻ്റെ അറിവിലില്ല. ഇല്ല. അപ്പോൾ ആ ഒരു ഏജൻസിയിൽ നമ്മൾ പ്രൊഫൈൽ കൊടുക്കുക, പിന്നെ അവർ നമ്മളെ വിളിക്കും. നമുക്ക് എന്തെങ്കിലും ക്യാരക്ടർ അവർ സൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ വിളിക്കും, നമ്മൾ ഓഡിഷൻ ചെയ്യണം. എല്ലാവർക്കും ആ ഒരു പ്രോസസ്സ് തന്നെ ഫേസ് ചെയ്യണ്ടേ, അല്ലാണ്ട് ആർക്കൊരു സ്പെഷ്യൽ അതൊന്നുമില്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫിലിം സ്കൂളിൽ ഇറങ്ങണ മുന്നേ തന്നെ കുറേ പേര് സീനിയേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഇതിൻ്റെ പ്രൊഫൈൽ ഇങ്ങനത്തെ എല്ലാം ആൾക്കാരുടെ നമ്പറെല്ലാം തന്നു, അയച്ചിട്, മെയിൽ അയച്ചിട്, ഫോട്ടോസ് സഹിതം എന്തൊക്കെ എക്സ്പീരിയൻസ് എല്ലാം എന്ന് പറഞ്ഞിട്ട് അയച്ചിട്, എന്തെങ്കിലും വർക്കാണെങ്കിൽ എന്തായാലും വിളിക്കും. ആദ്യം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ നമ്മളൊരു സീനിയറിൻ്റെ ഫിലിം സ്കൂളിലത്തെ ഒരു ആഡ് ഫിലിം പുള്ളി ചെയ്തു തുടങ്ങി. അപ്പോൾ അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അത് 2 ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു ഓഡിഷൻ വന്നത്. ഓഡിഷൻ ചെയ്തു, ഷോർട്ട് ലിസ്റ്റഡ് ആയി കിട്ടി. ആഡ് ഫിലിം ആദ്യത്തെ പരസ്യം. ആദ്യം ചെയ്ത ആഡ് ഫിലിം ഏതാ? ദൽമിൽ എന്ന് പറഞ്ഞൊരു ഡേറ്റിംഗ് ആപ്പാണ്. അപ്പോൾ ആ ഡേറ്റിംഗ് ആപ്പിൻ്റെ ഒരു ഡിജിറ്റൽ TV കമേഴ്ഷ്യലിന് വേണ്ടിയിട്ടാണ് അഭിനയിച്ചത്. ആ ഒരു പരസ്യം ഒരു TVC ആയിരുന്നു, TV കമേഴ്ഷ്യലായിരുന്നു. ആദ്യത്തെ പരസ്യം. എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട്? അതിൻ്റെ
നല്ലതായിരുന്നു. അത് കണ്ടിട്ടാണല്ലോ മറ്റുള്ളവർ വിളിക്കുന്നല്ലേ? ഇല്ല, അതാ ഇപ്പൊ ഞാൻ ഇപ്പൊ ആ പരസ്യം ചെയ്തു, ആ പരസ്യം ഇപ്പൊ ഹിറ്റായെന്ന് പറയാൻ പറ്റില്ല, വ്യൂസ് കിട്ടി എന്നൊക്കെ നമുക്ക് കിട്ടിയെന്ന് വെച്ചോ, എന്നാലും അടുത്തതും നമ്മൾ ഓഡിഷൻ തന്നെ ചെയ്യണം. അല്ലല്ലോ, അത് സോഷ്യൽ മീഡിയ ആടല്ലേ? അത് സോഷ്യൽ മീഡിയ അല്ല, TVC ആയിരുന്നു, ടിവിയിലൊക്കെ കാണിച്ചു. അപ്പോൾ ഇപ്പോൾ എത്ര പരസ്യത്വം അഭിനയിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇപ്പോൾ ഒരു 60ഓളം പരസ്യങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിലേത് പരസ്യമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുന്നത്? ഒരു ഹുണ്ടായി എക്സ്റ്ററിന്റെ പരസ്യം ഉണ്ട്, അതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ. എത്ര വർഷത്തെ അഗ്രിമെന്റ് ഉണ്ട്? 1 വർഷത്തെ? 2 വർഷത്തെ. അതിനിപ്പോൾ എത്ര ആഡ് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ക്യാമ്പയിൻ? 6 കഴിഞ്ഞു. പിന്നെ വേറൊരു ആർട്ടയുടെ പരസ്യത്തിൽ ഇങ്ങനെ ഒത്തിരി എണ്ണം കണ്ടല്ലോ. അത് ആസോൾ എന്ന് പറഞ്ഞു. ആഡ്സോൾ. സോറി, പേര് പറയാനായിട്ട് എൻ്റെ പേരിലോട്ട് വന്നില്ല, കാരണം പേരുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മലയാളത്തിൽ ഏതെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, മലയാളത്തിൽ ചെയ്തിട്ടില്ല. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജുകളിൽ തമിഴിൽ ചെയ്തിട്ടുണ്ട്. ആണ്? ഏതാണ്? ഫ്ലിപ്കാർട്ടിന് വേണ്ടി. ഫ്ലിപ്കാർട്ടിൻ്റെ. ഓക്കെ, ഞാൻ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആഡ് ചെയ്തിരുന്നു. മലയാളത്തിൽ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ക്രാക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ സിനിമ എന്ന് പറയുന്ന ആദ്യം മലയാളത്തിലാണോ അഭിനയിച്ചത്? അതിനു മുമ്പ് മറ്റു ഭാഷകളിൽ വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്, ഹിന്ദി സിനിമ ബെബിൻക എന്ന് പറഞ്ഞിട്ട്. സച്ചിൻ കുണ്ടൽക്കറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ പൃഥ്വിരാജ് അഭിനയിച്ച അയ്യ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയിലെ ആ സംവിധായകന്, പുള്ളിയുടെ ഫിലിമാണ്. അത് ഇതുവരെ റിലീസായിട്ടില്ല തിയേറ്ററിക്കലി, കാരണം ഫെസ്റ്റിവൽസിനൊക്കെ ഉള്ളൊരു ഫിലിം, അവാർഡ് മൂവിയാണ്. അവാർഡ് മൂവി ഫിലിമാണ്. പിന്നെ ഏതാണ്ട് വെബ് സീരീസ് അഭിനയിച്ചിരുന്നല്ലോ. ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരെന്താ? നാം നമക് നിഷാൻ. അത് ഹിന്ദി പോയത്. അതെ. അതെങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട്? കുഴപ്പമില്ലായിരുന്നു. അതൊരു മിനി TV ആണ്, ശരിക്കും പറഞ്ഞാൽ ഒരു മിനി ടെലിവിഷൻ പോലത്തെ ഒരു ഇതായിരുന്നു. എൻ്റെ ഫസ്റ്റ് ലോങ് ഫീച്ചർ ഫോർമാറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ഈ പടം കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ പടത്തിന്റെ പ്രവർത്തനം അറിഞ്ഞിട്ടോ ആരെങ്കിലും ഒക്കെ കൂടുതൽ പടങ്ങളിലേക്ക് വിളിച്ചു തുടങ്ങിയിട്ടുണ്ടോ? 2-3 പേര് വിളിച്ചിട്ടുണ്ട്, ചോദിച്ചു ആളാരാ, എന്താണ്, എവിടെയാണ്. പിന്നെ ചിലർ ചോദിക്കണ ഇരട്ടകളാണോ, ഇതൊരാൾ തന്നെയാണോ, അത് എന്നോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിരിക്കട്ടെ, ഈ ഇരട്ടയായിട്ട് അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് അഭിനയിച്ചപ്പോഴത്തേക്ക്? പിന്നെ ഡെഫിനറ്റ്ലി ചാലഞ്ച് ഉണ്ടായിരുന്നു. ചാലഞ്ച് ചെയ്യണം, കാരണം 2 പേര് സെയിം ആയിട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം അവൻ ഇന്ദ്രനീൽ എപ്പോഴും പറയുന്നത് 2 പേരുണ്ട്, അപ്പം നീ അതനുസരിച്ച് ബോഡി ലാംഗ്വേജ് പിടിക്കുക, അതനുസരിച്ച് നിൻ്റെ ആക്ടിങ് എല്ലാം പിടിച്ചോ. കാരണം ചില ജെസ്റ്റേഴ്സ് കൊടുത്തോ, അതായത് ഈ ഒരു പുള്ളിക്ക് ഈ ഒരു ജെസ്റ്റർ ഉണ്ടാവും, മറ്റേ പുള്ളിക്ക് വേറൊരു ജെസ്റ്റർ ഉണ്ടാവും, നടക്കുന്ന രീതിയാണെങ്കിലും അതനുസരിച്ച് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പണ്ടേ മുതൽ ഇങ്ങനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെയിനിൽ. അപ്പോൾ പിന്നെ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യും, പിന്നെ അവനായിട്ട് സംസാരിക്കും, പിന്നെ അവന് മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മളത് ചെയ്തത്. 19 കിലോ ഭാരം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് ഈ പരുവത്തിലായത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? ഈ പടത്തിന് വേണ്ടി ആയതാണോ? അതെ. അതെങ്ങനെ പട്ടിണി കിടക്കായിരുന്നു? പട്ടിണിയില്ല, ഒരു ഡയറ്റ് ആയിരുന്നു. ആ ഡയറ്റ് അല്ല, ആക്ച്വലി ഈ കഥാപാത്രം ഇങ്ങനെ ഒരു ശോഷിച്ച ബോഡി വേണം എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണോ അങ്ങനെ ചെയ്യേണ്ടി വന്നത്? അതെ, കാരണം അവൻ പറഞ്ഞത് ഒരു ഭയങ്കര ഉണങ്ങിയ ഒരാളായിരിക്കണം, കാണുമ്പോഴത്തേക്ക് ആർക്കും ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു, അതാ പിതാവിന്റെ പീഡനം കൊണ്ട് മെലിഞ്ഞു പോയൊരു മനുഷ്യൻ, അതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നല്ലേ? ഓക്കെ. അത് അതാ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്ന സീനൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, ഭയങ്കര ദാരിദ്ര്യം പിടിച്ചൊരു മനുഷ്യനെ പോലെ ഇരിക്കുന്നു, വളരെ ദൈന്യത മുഖത്ത് നിൽക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ദൈന്യത മുഖത്ത് നിൽക്കുന്ന ആള് ക്രൂരനായൊരു മുഖത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന എങ്ങനെയായിരുന്നു ട്രെയിനിങ്? ഞാൻ ആദ്യം ഓഡിഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ സമയത്ത് ഞാൻ ബോംബെയിലായിരുന്നു. അപ്പോൾ ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് റെഫറൻസ് പോയിന്റ്സ് അവനെ അയച്ചു തന്നായിരുന്നു. അവിടെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ മീറ്റർ ഇതായിരിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനും കുറേ ആലോചിച്ചു. പിന്നെ നാടകമൊക്കെ ചെയ്തത് കാരണം കുറച്ചുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന്. അപ്പം ഇങ്ങനെ കുറച്ച് റിസർച്ച് ചെയ്തു, പിന്നെ ചെയ്തിട്ട് പിന്നെ അവർക്ക് വർക്കായി. അവർ പറഞ്ഞോടെ ഈ മീറ്റർ തന്നെ പടത്തിൽ പിടിച്ചാൽ മതി എന്ന് അവൻ്റെ ഒരു ഇത് കിട്ടിയപ്പോഴത്തേക്കും പിന്നെ അതന്നെ സെയിം പടത്തിലും ചെയ്തത്, ആ ഒരു സീക്വൻസ് ഒക്കെ. സിനിമാ വിമർശകർ മുഴുവൻ പറയുന്നത്, അല്ലെങ്കിൽ സിനിമ റിവ്യൂസ് എഴുതുന്ന യൂട്യൂബ് ചാനലിൽ കൂടുതലും ഞാൻ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ പലരും പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ്റെ ആദ്യത്തെ ഒരു ഓഡിയോ സിനിമ അല്ലെങ്കിൽ ഹിറ്റ് സിനിമ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് മാറ്റി വേണ്ടി വന്നു എന്നുള്ളത് ഒരു വലിയൊരു പ്രവചനം പോലെ ആയിപ്പോയല്ലോ. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ലില്ല, അതെല്ലാം അത് നമുക്ക് അവകാശപ്പെടുന്നു. ഇല്ലല്ലോ, ഒരിക്കലും. അതെല്ലാം ഇന്ദ്രനീൽ രാഹുൽ എഴുതിയ കഥയുടെ മികവാണ്, അവരുടെ ഡയറക്ഷനും പിന്നെ ബാക്കി എല്ലാവരുടെയും ഒത്തൊരുമയോടെ ചെയ്തൊരു ഇതായിരുന്നു. ഈ എളിമ നല്ലതാണ് എപ്പോഴും, തീർച്ചയായിട്ടും വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എത്ര ദിവസം ഷൂട്ട് നടന്നു നിങ്ങളുടെ സീക്വൻസ്? പടത്തിൽ മൊത്തത്തിൽ ഒരു 37 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അത്ര ദിവസം മാത്യുവിന് ഷൂട്ട് ഉണ്ടായിരുന്നു? 29 ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ മുഴുവൻ മാസ്ക് ഷോട്ടിലും അഭിനയിച്ചത് മാത്യു തന്നെയാണ്? അതെ. അതിനകത്ത് ഡ്യൂപ്പിനെ ഒന്നും ഉപയോഗിച്ചില്ല? ഡ്യൂപ്പ് ആകെ മറ്റൊരു സിജു ചേട്ടനായിട്ടുള്ള ഫൈറ്റില് ഒരു സീക്വൻസിൽ പുള്ളി എടുത്തടിക്കുന്ന അതിൽ മാത്രം മുരേഷ് എന്ന് പറഞ്ഞൊരു ഫൈറ്റർ വന്നു. അപ്പൊ അതല്ലാണ്ട് ബാക്കിയെല്ലാം ഞാൻ. അപ്പൊ അതിനോടുള്ള ഒരു
പാഷൻ കാരണമാണ് അത്തരം ഷോട്ടുകളിൽ പോലും നമ്മുടെ ആവശ്യമില്ലാഞ്ഞിട്ട് പോലും പോയി അഭിനയിക്കാൻ നിൽക്കുന്നത്. ഞാൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു, എടാ ഞാൻ തന്നെ ചെയ്യാം, കാരണം അതിനൊരു ബോഡി ലാംഗ്വേജ് ശരി, ആ പടത്തിൽ ഉടനീളം കാണുന്നുണ്ട് ആ ബോഡി ലാംഗ്വേജ്. അതെ, അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ അത് ഫണ്ണാണല്ലോ ചെയ്യാൻ, ആക്ഷൻ പരിപാടിയൊക്കെ ഉള്ളത്. ഈ ആദ്യമേ തന്നെ ട്വിൻ ക്യാരക്ടർ ആയിട്ടാണോ ഈ പടം പ്ലാൻ ചെയ്തിരുന്നത്? അതെ ആദ്യമേ തന്നെ. ആണല്ലേ? അതിന് മുന്നേ വേറെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അത് ഒഴിവാക്കിയിട്ടാണ് പിന്നെ ഇതായത്. അല്ല, ആദ്യമൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരാള് എവിടെയോ ഈ കൊല്ലുന്നു എന്ന് പറയുന്നിടത്ത് മാത്രമാണ് ആ കെട്ടിത്തൂക്കി എന്ന് പറയുന്നിടത്ത് അത്ര വെയിറ്റ് ഉള്ള ഒരാളിനെ കെട്ടിത്തൂക്കി. അത് പിന്നെ കഥ പറഞ്ഞ് ധ്യാൻ ശ്രീനിവാസൻ ആ കഥ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാവും ഒരാൾ വണ്ണം കുറഞ്ഞ ആളായിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും ദിവസം ഇങ്ങനെ മറിഞ്ഞിരിക്കേണ്ടി വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല സർ, അത് ഓൾറെഡി അവർ മുന്നേ പറഞ്ഞായിരുന്നു, അവിടെ ഇങ്ങനത്തെ ഒരു പരിപാടി ആയിരിക്കും എന്ന് അവൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഓക്കെ ആയിരുന്നു, കാരണം ആദ്യം പടം കിട്ടിയല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. പിന്നെ റിലീസ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവൻ പറഞ്ഞാൽ ചിലപ്പോൾ പോസ്റ്റർ വൈകും, നമ്മൾ OTT കഴിഞ്ഞിട്ട് പോസ്റ്റർ റിലീസ് ചെയ്യുള്ളൂ, കാരണം ഈ ഒരു സസ്പെൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ ചില സമയത്ത് ഇങ്ങനെ വീട്ടുകാർ ചോദിക്കാറ് എന്തായാലും ഇതുവരെ പുറത്ത് വരാത്ത, ആ സമയത്ത് ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കാം. പക്ഷേ പടത്തിൻ്റെ ഒരു അതാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും. അല്ല, പടത്തിന് ഈ ആറാട്ട് പോലെ ഉത്സവം നടക്കുമ്പോൾ അവിടെ കാഴ്ചക്കാരുടെ അടുപോലും ചെല്ലാൻ യോഗമില്ലാത്തവരായി പോകുന്നൊരു കഷ്ടമല്ലേ? അയ്യോ, ഞാൻ പോയി. ഞാൻ പടത്തിന്റെ പ്രീമിയറിന് അടുത്ത ദിവസം ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ മാസ്ക് വെച്ചിട്ട് ഇരുന്നു എല്ലായിടത്തും. അപ്പൊ പിന്നെ കാണാൻ സമ്മതിക്കില്ല. ഇല്ല, മാസ്ക് ഊരിയ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള സാഹസികമായ പ്രവർത്തനം സ്റ്റണ്ട് വല്ലതും ചെയ്തപ്പോൾ സാഹസികമായ വല്ല അപകടം ഉണ്ടാവുമല്ലോ ചെയ്തിട്ടുണ്ടോ? മറ്റേ ഫൈറ്റ് സീൻ ഉണ്ടല്ലോ മെസ്സി ചേട്ടനായിട്ട്, 2 രാത്രി ഫുൾ ഷൂട്ട് ചെയ്തതായിരുന്നു. അതിലൊരു രാത്രി മോക്കോ ബോട്ട് വന്നിട്ടായിരുന്നു നമ്മൾ മൊത്തം സീക്വൻസ് ചെയ്തത്. അതിനെ കുറച്ച് അടി കിട്ടാണ്ടിരിക്കാൻ പറ്റില്ല, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഈ മാസ്ക് ഇട്ട് കാരണം എനിക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഈ മാസ്ക് ഊരണം. പക്ഷെ മാസ്ക് ഊരണമെങ്കിൽ ഇവിടെ മൊത്തം തയ്ച്ചു വെച്ചോക്കാം, പെട്ടെന്ന് ആക്ഷൻ എടുക്കുമ്പോൾ ഊരി പോവാൻ. പിന്നെ ഈ സാധനം ഇങ്ങനെ പൊങ്ങൂല ഇങ്ങനെ അനങ്ങുമ്പോഴത്തേക്കും, അത് നല്ല പ്രയാസമായിരുന്നു. പിന്നെ നല്ല ചൂടായിരുന്നു, പാലക്കാടിലായിരുന്നു ഷൂട്ട്. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാനും ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ അല്ലെങ്കിൽ പിന്നെ സ്ട്രോ മറ്റേ കണ്ടിന്യൂ ഇതിലൂടെ ഒക്കെ ഇടണം, ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രേക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ചില സമയത്തൊന്ന് ആടി ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ ഫൈറ്റ് മാസ്റ്റർ പറയുന്നത് മാത്യു ടയർഡായി. പക്ഷെ ആകെ കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ ഓക്കെ ആവും. പക്ഷെ അല്ലെങ്കിൽ മുഖംമൂടിയാണ് ഞാൻ ഇരിക്കുമ്പോൾ ആവി എടുത്ത് വേർത്തൊക്കെ നിൽക്കുകയല്ലേ? പിന്നെ ഭയങ്കരമായിട്ട് വേർത്തിരിക്കുകയായിരുന്നു. അത് എല്ലാവരും സെറ്റിലുള്ള എല്ലാവരും എല്ലാ ദിവസവും ഇങ്ങനെ വേർത്ത്. പക്ഷെ എല്ലാവർക്കും സിനിമ നല്ലതാണ്, എല്ലാവർക്കും സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്ദ്രനീല രാഹുലിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ ക്രൂ എല്ലാവരും ഭയങ്കര ഒരു ഫാമിലി പോലെയായിരുന്നു. എല്ലാവർക്കും ഈ സിനിമ ചെയ്യാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു, എസ്പെഷ്യലി ആ ഫൈറ്റ് സീക്വൻസ്. മോക്കബോട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പ്രചരണ പരിപാടിക്കകത്ത് ചാനലിൽ കണ്ടു ഒരു മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത്, അത് നിങ്ങളായിരുന്നോ? അല്ലല്ല, അത് ഞാനല്ല. അല്ല, ഡൂപ്പായിരുന്നു. എനിക്ക് തോന്നി, കാരണം തടി കൊണ്ട് പുള്ളി തടിച്ചിട്ടുള്ള അത് അദ്വൈത് എന്ന് പറഞ്ഞ നമ്മുടെ പടത്തിൽ അഭിനയിച്ച അജയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത അവനായിരുന്നു അവിടെ പിടിച്ചിരുന്നത്. അപ്പോൾ ഇനിയും ഇത് പുറത്തോട്ട് നിങ്ങളെ കാണിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നാളെ നിങ്ങൾ ഇതിൻ്റെ ബലത്തിൽ തന്നെ ഒരു വലിയ നടനായി മാറാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈ പടത്തിൽ ഉടനീളം ഇങ്ങനെ പറയുന്ന പരാമർശിക്കപ്പെടുന്ന ഒരു കഥാപാത്രം, ആ കഥാപാത്രം ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ക്യൂരിയോസിറ്റി, അതിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്നതിന് ഡയറക്ടർ കഴിഞ്ഞിട്ടുണ്ട്. അവസാനം അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ അപ്പോൾ ആൾ നമ്മൾ ഒറ്റ നോട്ടത്തോടെ ഇത്രയും ഒരു മെല്ലിച്ച പയ്യനാണോ ഈ ക്രൂരകൃത്യം എല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടല്ലോ, ആ സ്റ്റോറി പ്രത്യേകിച്ച് നിങ്ങൾ അനുഭവിച്ച കുറേ പശ്ചാത്തലമൊക്കെ പറയുമ്പോൾ ശരിയാണ്, കറക്റ്റാണ്. ഇനി അഭിനയത്തെ എങ്ങനെയാണ് മുന്നോട്ട് നോക്കി കാണുന്നത്? ബെറ്റർ ആക്കണമെന്നുണ്ട്. ഞാൻ തന്നെ കണ്ടപ്പോഴത്തേക്ക് കുറേയൊക്കെ മാറ്റി ചെയ്യായിരുന്നു, കുറേയൊക്കെ ബെറ്റർ ആക്കാമെന്ന് തോന്നി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവന്മാർ ഭയങ്കര ക്രിട്ടിക്കലാണ് ഓരോരോ ഇതിനെ പറ്റി. അപ്പോൾ അവന്മാരിങ്ങനെ പറഞ്ഞാൽ ഇത് ശരിയല്ല, ഇത് ബെറ്റർ ആക്കായിരുന്നു. അപ്പോൾ അതെല്ലാം പിന്നെ നല്ല ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും നമ്മളിങ്ങനെ മിനുക്കി ബെറ്റർ ആക്കിക്കൊണ്ട് ഇരിക്കും അവർ തന്നെ, നമ്മളറിയാണ്ട് തന്നെ. അപ്പോൾ അതിനുവേണ്ടി ഓപ്പൺ ആയിരിക്കുക, അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളൊരു ഇതാണ് മൈൻഡ് സെറ്റാണ് ഇപ്പോൾ. ഈ സിനിമയുടെ അഭിനയ ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ എന്തെങ്കിലും റിലേഷനോ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല, റിലേഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു ചുറ്റിക്കളിക്കുള്ള ആളൊക്കെ കൂടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അഭിനയം മാത്രമാണ് ഇപ്പോൾ പാഷൻ. അപ്പോൾ ഏതൊക്കെയാലും എനിക്ക് തോന്നുന്നത് മാത്യുവിൻ്റെ മുമ്പിൽ മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമ തുറന്നു കിടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരമായൊരു മുഖമുണ്ട്, ഏറ്റവും വലിയൊരു ഗുണം അതാണ്. അത്യാവശ്യം എല്ലാം ഉണ്ട്, അഭിനയവും അറിയാം നന്നായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ നിങ്ങളുടെ ഒരു ഭാവി ശോഭനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. OS എന്നും നിങ്ങളോടൊത്തുണ്ടായിരിക്കും. ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. നമസ്കാരം.